ആവശ്യം കാണാൻ വേണ്ടി മാത്രം സൗഹൃദം സ്ഥാപിക്കുന്ന ചില ആളുകൾ. രണ്ട് വിഭാഗം ആളുകളെ മാറ്റി നിർത്തണം. ഏതാണ്? ഉള്ളപ്പം കൂടുകയും ഇല്ലാത്തപ്പം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി കണക്കാക്കാൻ പാടില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ, ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളെയും ആത്മാർത്ഥ സുഹൃത്തായി നമ്മൾ കണക്കാക്കാൻ പാടില്ല. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്ത്. സാമ്പത്തികമായി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. കാരണം അവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന, ചങ്കായിട്ട് നിൽക്കുന്ന വളരെ അപൂർവ ആളുകളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സുഹൃത്തായിട്ട് കൂട്ടണം. കാരണം നമ്മൾ നല്ല സ്വഭാവമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം സ്ഥാപിച്ചാൽ നമ്മൾ നല്ല സ്വഭാവക്കാരായി മാറും. ഇനി നമ്മൾ മോശം സ്വഭാവമുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ സൗഹൃദം സ്ഥാപിച്ചാൽ നമ്മുടെ സ്വഭാവവും മോശപ്പെട്ടതായി മാറും. പല രീതിയിലും നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് സൗഹൃദം എന്ന് പറയുന്നത്. എല്ലാവരെയും നമുക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കാൻ പറ്റില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യും. അവരുമായി തെറ്റിക്കഴിയുമ്പോൾ വിളിച്ചു പറയുന്ന ചില സുഹൃത്തുക്കളുണ്ട്. നമ്മളെ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയും ആ സമയത്ത്. അങ്ങനത്തെ സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിട്ട് നമുക്ക് കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ.